പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി 26 69 വാക്യം മുതൽ. പത്രോസ് യേശുവിനെ തള്ളി പറയുന്നു. പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു. ഒരു പരിചാരിക അവനെ സമീപിച്ച്, നീയും ആ ഗലീലിയക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവരുടെയെല്ലാം മുമ്പാകെ അവൻ നിഷേധിച്ച് പറഞ്ഞു. അവൻ കവാടത്തിലേക്ക് പോയപ്പോൾ മറ്റൊരു പരിചാരിക അവനെ കണ്ടു. അവൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഈ മനുഷ്യനും നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നിരുന്നവർ പത്രോസിനെ സമീപിച്ച് പറഞ്ഞു, നീ അവരിൽ ഒരുവനാണ് തീർച്ച. നിന്റെ സംസാര രീതി തന്നെ ഇത് തെളിയിക്കുന്നു. പത്രോസാകട്ടെ, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞു. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പത്രോസിൻ്റെ ഈ വചനഭാഗം വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു വചനഭാഗമാണ്. പത്രോസ് ഒരു പച്ചയായ മനുഷ്യനാണ്. ക്രിസ്തുവിനോടൊപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു മുക്കുവനായി ക്രിസ്തുവിനോടൊപ്പം ചേരുകയും ക്രിസ്തുവിൻ്റെ വത്സല ശിഷ്യനായി ക്രിസ്തുവിനോടൊപ്പം നടക്കുകയും ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കെല്ലാം സാക്ഷിയാവുകയും, നിന്റെ മേൽ ഞാൻ എൻ്റെ പത്രോസേ നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എൻ്റെ ഭവനം പണിയും എന്ന് ക്രിസ്തുവിന് അത്രയ്ക്കധികം വിശ്വാസമുണ്ടായിരുന്ന പത്രോസ്, ക്രിസ്തുവിനെ അത്രമാത്രം അനുഭവിച്ചറിഞ്ഞ പത്രോസ് പോലും 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറയുകയാണ്. അപ്പൊ കർത്താവിനത് അറിയാമായിരുന്നു. കർത്താവ് പറഞ്ഞു, നീ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു നെവർ. പക്ഷേ പത്രോസ് അത് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ വാവിട്ട് കരയുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആശ്വാസം നൽകുന്നത്. കാരണം ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ കർത്താവിന് ഈ വചനമൊക്കെ പറയുന്നു, അടുത്ത നിമിഷത്തിൽ നമ്മൾ സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരാകാം. ക്രിസ്തുവിനെ വാക്കാലോ പ്രവൃത്തിയാലോ ഒക്കെ അനവധി തവണ നമ്മൾ പറയാം. അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം നമ്മളൊക്കെ വെറുതെ ബലഹീനരായ മനുഷ്യരാണ്. ഇന്നൊരു വചനപ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറയുകയാണ്, നിങ്ങളൊരു ഡോക്ടറെ കാണാൻ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ സമയത്ത് പോവുകയില്ലേ? കുർബാനയ്ക്ക് നിങ്ങൾ സമയത്താണോ എത്താറുള്ളത്? അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയല്ലേ?
ലോകത്തിൻ്റെ അധിപനായ കർത്താവിൻ്റെ വിശുദ്ധ ബലി സംബന്ധിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം സമയത്ത് നമ്മൾ എത്താത്തത് ക്രിസ്തുവിനെ തള്ളിപ്പറയുകയല്ലേ? അതുപോലെ തന്നെ ക്രിസ്തുവിന് നിരക്കാത്ത എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയല്ലേ? വീടുകളിലൊക്കെ തിരക്കൊക്കെ കൂടി കഴിയുമ്പോൾ പലപ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് ചിലപ്പോൾ കുടുംബ പ്രാർത്ഥനയല്ലേ? അപ്പൊ ഇങ്ങനെ അനുദിനം ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലും പത്രോസ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞതെങ്കിൽ സാധാരണ മനുഷ്യരായ ഞാനും നമ്മളുമൊക്കെ അനവധി തവണ ദിവസേന നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തള്ളിപ്പറയുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പത്രോസ് ശപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവൻ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരുന്നു പറഞ്ഞപ്പോൾ ഇല്ല, നെവർ, ഐ ഡോണ്ട് നോ ഹിം എന്നൊക്കെ പറഞ്ഞ് എന്തോ ശപിക്കുകയൊക്കെ ചെയ്യുന്നത്. അവൻ വാവിട്ട് കരഞ്ഞ് പശ്ചാത്തപിച്ച് ചെയ്ത തെറ്റെന്താണെന്ന് അവന് മനസ്സിലായി. അവൻ പശ്ചാത്തപിച്ച് ക്രിസ്തു അവൻ അവൻ്റെ മേൽ തന്നെയാണ്, അവനിൽ കൂടെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ സഭ പണിതത്. ഒരുപക്ഷെ ഈ പത്രോസ് ചെയ്ത പ്രവൃത്തിയായിട്ട് യൂദാസിന്റെ പ്രവൃത്തി നമ്മൾ തുലനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ യൂദാസ് ചെയ്തത് പത്രോസ് ചെയ്തതിൻ്റെ അത്രയ്ക്ക് കാഠിന്യമുള്ള പ്രവൃത്തി ആയിരിക്കണമെന്നില്ല. അവനും പല കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടായി കാണും. അവൻ 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. ചിലപ്പോൾ അവൻ കണക്കൂട്ടി കാണും, ഇവൻ ദൈവപുത്രനല്ലേ, ഇവൻ മരണത്തിനെല്ലാം അതിജീവിക്കും, അവർക്ക് ഇവനെ കയ്യിൽ കിട്ടിയാലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കരുതി കാണും ചിലപ്പോൾ. അപ്പൊ രണ്ടുപേരും കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ഒരുത്തൻ വാവിട്ട് ദുഃഖിച്ച് നിലവിളിച്ച് പശ്ചാത്തപിച്ച് അനുതപിച്ച് ഉരുകുന്ന ഹൃദയത്തോടെ കർത്താവിലേക്ക് തന്നെ വീണ്ടും തിരികെയാണ്. അതേസമയം യൂദാസ് കർത്താവിനെ വിളിക്കുന്നില്ല, അവൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ സാധാരണ മനുഷ്യരായ നമുക്കെല്ലാം നമ്മുടെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും കർത്താവിൽ നമുക്ക് അഭയമുണ്ട്. പാപികളെ തേടി വന്നവനാണ് കർത്താവ്. ഈ ഭൂമിയിൽ പുണ്യവാളന്മാരെ തേടി വന്നവനല്ല കർത്താവ്. നമ്മുടെ അതിക്രമങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും അനുതപിച്ചാൽ ആ അനുതാപം കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് കർത്താവ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ യോഗ്യതകളാലല്ല, കർത്താവിൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ സിദ്ധിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ. എപ്പോഴും നമുക്കായി കരുതലുള്ള നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് തിരിയാം. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം. നമ്മുടെ അവസ്ഥ അനുസരിച്ചല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. കർത്താവ് ഉപാധികൾ വെച്ച് സ്നേഹിക്കുന്നവനല്ല. അത് മനുഷ്യരുടെ പരിപാടിയാണ്. കർത്താവ് നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും നമ്മളെ ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവം നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയട്ടെ. നമ്മളെ കൂടുതൽ നന്മയിലേക്ക് നയിക്കട്ടെ. കൂടുതൽ അനുതാപമുള്ളവരായി തീർക്കട്ടെ. ഇതിനെ ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ യോഗ്യതകളാലല്ല, കർത്താവിൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക്
കർത്താവ് നമ്മളെ നയിക്കട്ടെ. നിരാശകളിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹവും മാധുര്യവും വീണ്ടും അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.